എൻ്റെ പേര് ഷെറിൻ വിപിൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കാലടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 4-നാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബ്രദറിൻ്റെ ഒരു കല്യാണക്കാരിയായിരുന്നു. അവന് 31 വയസ്സായിരുന്നു. നമ്മൾ കല്യാണക്കാര്യം പറയുമ്പോഴെല്ലാം നമ്മളോട് ചാടിക്കടിക്കും. കൂട്ടുകാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇങ്ങനെ ഞാൻ 2018 മുതൽ കൃപാസനത്തെക്കുറിച്ച് യൂട്യൂബിൽ കണ്ട് അറിയുന്നതാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 2018 മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുക്കാതെ തന്നെ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച് 2022 ജൂലൈ 4-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. കല്യാണക്കാരി ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സൗദിയിൽ നേഴ്സാണ്. കൂട്ടുകാരെല്ലാവരും UK പോകുന്നു. അപ്പോൾ UK പോയി OET ഒന്ന് പഠിക്കാനായിട്ട് എനിക്കിനി വയ്യ. മടി കാരണം കൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, UK പോകുന്നതാണോ നല്ലത് അതെയോ സൗദിയാണോ നല്ലത്? അവർ പറഞ്ഞു UK വരണ്ട, സൗദി തന്നെയാണ് നല്ലത്. എന്നാലും സാലറി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, UK കിട്ടുന്ന ഒരു സാലറി, ആ സാലറിയിൽ എനിക്ക് സൗദി ലൈസൻസ്, ഈ പ്രോമെട്രിക് എക്സാം വെച്ച് എനിക്ക് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഭാഗോടമ്പടി ചെയ്തിട്ടുമില്ല. അപ്പോൾ വീട് വെക്കാനുള്ള ഒരു കൃപ തരണമെന്ന് ഓർത്താണ് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി വെച്ചത്. നാലാമത്തെ ഉടമ്പടി വെച്ചതെന്ന് പറഞ്ഞാൽ, അത് നാലാമതായി പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പരിശുദ്ധാത്മാവിന് പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കുക എന്നുള്ളത്. കാരണം ഞാൻ കുറച്ച് ദേഷ്യപ്പെടും, പിന്നെ കുറച്ച് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നാലെല്ലാം നടക്കും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ആ ധൈര്യം എപ്പോഴാണോ ചോർന്നു പോയത്, അപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ ജൂലൈയിൽ ഉടമ്പടി എടുത്തു. ഓഗസ്റ്റിൽ ഞാൻ സൗദിക്ക് ജോലിക്ക് പോയി. ഓഗസ്റ്റിൽ എൻ്റെ ബ്രദർ സെൻട്രൽ ഗവൺമെൻറ്റിൽ എയർപോർട്ടിൽ ജോലിയാണ്, CSF വിങ്ങിൽ. അപ്പോൾ അവൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഓർത്തു, ഉടമ്പടി എടുത്തതല്ലേ, എന്നാൽ കല്യാണം നടക്കുമായിരിക്കും, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് ഓർത്തു. അവൻ ഓഗസ്റ്റിൽ വന്നു. നമ്മൾ കാണുന്ന പെണ്ണുങ്ങളെല്ലാം നമ്മളെ ഏകദേശം ഇഷ്ടമാണെന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇവൻ പറയുന്നത് വേണ്ട, ഇഷ്ടമായില്ല എന്ന് തന്നെയാണ്. അങ്ങനെ പോയി. ഓഗസ്റ്റ് പോയി. സെപ്റ്റംബറിൽ എനിക്കിതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ആറംഗോ എന്ന് പറയുന്ന ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് 2 വർഷമായിരുന്നു അപ്ലൈ ചെയ്തിട്ട്. അപ്പം ഞാൻ അതിന് ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു, ഉടമ്പടി എടുത്തതല്ലേ, കിട്ടുമായിരിക്കും. അതും എനിക്ക് കിട്ടിയില്ല. ഒരു നിയോഗങ്ങളും നടക്കുന്നില്ല. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാനാണെങ്കിൽ മാതാവിൻ്റെ കാശ് രൂപം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി കാശ് രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിൽ കൊണ്ടുപോകില്ല. എനിക്ക് പേടിയാണ്. ദൈവമേ, എവിടെയെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്നിടയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് മാതാവിനെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊണ്ടുപോകാറില്ല. അപ്പം ഞാൻ മാതാവിനെ എടുത്ത് എൻ്റെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടായത്. ഉടമ്പടി എടുത്തെല്ലാം ഈസി ആകുമെന്ന് വിചാരിച്ച എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറേയേറെ പരിഹാസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ 8 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഏറ്റവും നല്ല സ്റ്റാഫായിട്ട് എല്ലാ കൊല്ലവും എന്നെ അവാർഡ് തരും. എന്നെ എല്ലാവരും അപ്രീഷിയേറ്റീവ്. അങ്ങനെ നടക്കുന്ന ഒരു ദിവസം അവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജാണ്, ഭയങ്കര ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ ഞാൻ ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാനപ്പോൾ മെഡിക്കൽ ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഒരു സ്റ്റാഫിനെയും കൂടെ വേണം. എല്ലാ സ്റ്റാഫിൻ്റെയും ജോലി നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടപാടെ മെഡിക്കൽ ഡയറക്ടറിൻ്റെ അടുത്ത് പിറ്റേ ദിവസം സന്തോഷത്തോടെ ഡ്യൂട്ടിക്ക് ഒരു സ്റ്റാഫിനെ കിട്ടുമെന്ന് ഡ്യൂട്ടിക്ക് പോയ ഞാൻ അറിയുന്നത്, എൻ്റെ പേരിൽ വലിയൊരു ലെറ്റർ മെഡിക്കൽ ഡയറക്ടറും മാനേജ്മെൻറ്റും ചേർന്ന് ഞാൻ അവിടെ തുടരാൻ യോഗ്യതയില്ല. ഞാൻ നല്ലൊരു പ്രതീക്ഷിച്ച ആൾക്ക് എന്നെ പ്രൊമോഷൻ, എന്നെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റായിട്ട് ഡ്യൂട്ടിക്ക് ഇടുകയാണ്, നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാര്യം ഓർത്തത്. നമ്മുടെയൊക്കെ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു വിഷമകരമായ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന ഒരു കാര്യം എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ഒന്നും കൂടി ഉടമ്പടി തീക്ഷ്ണമായിട്ട് ഒന്നും കൂടി ചെയ്യാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും, ധ്യാനം കേൾക്കാൻ തുടങ്ങി, ബൈബിൾ കേൾക്കാൻ തുടങ്ങി, മാതാവിനെ കൂടെ എടുക്കാൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഒരു നിയോഗങ്ങളും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല,
സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല എനിക്ക് വലുത്, അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് വലുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്കിടയ്ക്ക് ബ്രേക്കിന് ഞാൻ റൂമിൽ പോയപ്പോൾ ഉണ്ട് ഒരു എന്താണ് അതിനെ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. 1000 സ്വർഗീയ പുഷ്പങ്ങൾ നിറഞ്ഞൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടുകയാണ്. റൂം തുറന്നത് ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. അപ്പം തലേദിവസം എനിക്ക് നടുവേദനയായിട്ട് ഞാൻ യൂക്കാലി തൈലം ഉണ്ടായിരുന്നു, അതെടുത്ത് പുരട്ടിയായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്ന യൂക്കാലി തൈലമാണോ, തൈലം എടുത്തുകൊണ്ട് പുറത്തു കൊണ്ട് വെച്ചു. അതുപോലെ എല്ലാ സ്പ്രേയുടെ കുപ്പികളൊക്കെ തുറന്നു നോക്കി, ഒരു സ്പ്രേയുടെ കുപ്പിയല്ല, ഭയങ്കര. അത് ഇന്ന് ഞാൻ ആ സുഗന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും സ്വർഗീയ പുഷ്പങ്ങൾ നിറഞ്ഞ സുഗന്ധത്തോടു കൂടി എല്ലാ ദിവസവും പച്ചത്തിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് മാത്രമല്ല, ഞാൻ എല്ലാവരെയും വിളിച്ച് എൻ്റെ ഹോസ്റ്റലിലെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് കാണിക്കും. അവർക്കൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു സ്വർഗീയ സുഗന്ധത്തോടു കൂടി മാതാവ് എൻ്റെ അടുത്ത് വന്നു. അതിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു, വല്ലാത്തൊരു ധൈര്യം തന്നു. അങ്ങനെ ഇതൊരു ജനുവരിയിലാണ് ഈ കാര്യം നടക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഈ സുഗന്ധം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ റൂമിലും ഫുള്ള് ഈ സുഗന്ധമായിരുന്നു. മാർച്ച് ഒരു 12 ആയപ്പം എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറഞ്ഞു, നീ ബ്രദറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ വിശുദ്ധ തൈലം തേച്ച് 7 ദിവസം പ്രാർത്ഥിക്കുക, 7ാമത്തെ ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, 7ാമത്തെ ദിവസം കല്യാണം ഉറച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. ഞാൻ 12-ാം തീയതി തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 15-ാം തീയതി എങ്ങനെയോ ബ്രദർ സഡൻ ആയിട്ട് ലീവിന് വന്നു. 17-ാം തീയതി ഞങ്ങളൊരു പെൺകുട്ടിയെ പോയി കണ്ടു. ദൈവകൃപയാൽ അവനത് ഇഷ്ടമായി. 19-ാം തീയതി കല്യാണം ഉറച്ചു. കറക്റ്റ് 7 ദിവസം കൊണ്ട് കല്യാണം ഉറച്ചു. അതുപോലെ തന്നെ ആ കല്യാണം ഭംഗിയായിട്ട്, കാനായിലെ കല്യാണം എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. വെക്കേഷൻ ടൈം ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ 500 പേരാണ് വെച്ചത്. എന്നാലും 100 പേരുടെ കൂടുതൽ സദ്യ ഞങ്ങൾ പറഞ്ഞിരുന്നു സാധനങ്ങളൊക്കെ. പക്ഷേ 600 അല്ല 700 പേരും അത് കഴിച്ചു. കാനായിലെ കല്യാണം പോലെ അത് നടന്നു. അപ്പം ഞാൻ മാതാവിനോട് പിന്നെ മാതാവേ, ജോലിയുടെ കാര്യം ശരിയായില്ലല്ലോ. കറക്റ്റ് മാർച്ച് 25-ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അതിൻ്റെ വിസ പ്രോസസ്സിങ് അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ആദ്യം കിട്ടിയിരുന്നതിനെക്കാട്ടിലും UK കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സാലറി. എനിക്ക് ഒരിക്കലും അതിനുള്ള യോഗ്യതയില്ല. മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ കൃപ കൊണ്ട് നാളെ കഴിഞ്ഞ് ഞാൻ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ആറംഗോ ജോൺ ഹോപ്കിൻസ് എന്ന ഹോസ്പിറ്റലിലേക്ക് ഞാൻ ജോലിക്ക് പോവുകയാണ്. അതേപോലെ വീട് സ്ഥലത്തിൻ്റെ കാര്യം, ഞങ്ങൾക്ക് വീട് സ്ഥലവും ഒന്നും ഉണ്ടായിരുന്നില്ല, ഭാഗ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണെന്നറിയത്തില്ല. ആകെ 16 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിലൊരു വീട് നീളത്തിൽ കിടക്കുന്നു, ഒരു വീട് കുറുകെ കിടക്കുന്നു. ബാക്കി 3 ചേട്ടനനിയന്മാരാണ്. ഇവർക്ക് എങ്ങനെ 2 വീടുണ്ട്, ഈ 3 പേർക്ക് എങ്ങനെ ഭാഗം ചെയ്യുമെന്നും അറിയില്ല. മാതാവ് തന്നെ പഴയൊരു വീട് പൊളിച്ച് ഇപ്പം 3 വീടും ഇങ്ങനെ നേരെ ഭാഗം ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ തറ കെട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും വീട് പണിയല്ലേ, 2000 സ്ക്വയർ ഫീറ്റിലേക്കുള്ളൊരു മുകളിലുള്ളൊരു വീട് നമുക്ക് പണിയണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, അതെങ്ങനെ നടക്കാനോ, എന്തോരം പൈസയാകുമെന്ന്. പക്ഷെ 100 പ്രാവശ്യം കൊണ്ടുപോയി അതിൻ്റെ പ്ലാൻ വെട്ടിത്തിരുത്തി. എപ്പോഴും പ്ലാൻ വെട്ടിത്തിരുത്തും, കൂടുതലല്ലാതെ കുറവ് ഇതുവരെ വന്നിട്ടില്ല. അവസാനം പ്ലാൻ എടുത്തു 2100, അത് കഴിഞ്ഞ് പിന്നെയും വെട്ടിത്തിരുത്തി 2040. അങ്ങനെ തറകെട്ട് നടന്നിരിക്കുന്നു. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 4ാമതാണ് പരിശുദ്ധാത്മാവിന് പറ്റിയ ഒരു വാസസ്ഥലമായി എന്നെ ഒരുക്കണമെന്ന് വെച്ചത്. അതായിരുന്നു ദൈവം ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മ ഈശോയും ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അതാണ് ആദ്യം സാധിച്ചു തന്നത്. ബാക്കിയെല്ലാം പുറകെ നടന്ന കാര്യങ്ങളാണ്. ഇപ്പം നാളെ കഴിഞ്ഞ് ഞാൻ പോകുന്നു. അതുപോലെ എന്ത് കാര്യം ഉണ്ടായാലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ മണിക്കൂറിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി ചൊല്ലിക്കൊണ്ടിരിക്കും. ജീവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കൃപാസനം അറിഞ്ഞ പിന്നെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, കൃപാസനം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബമോ ഇന്ന് എങ്ങനെയാവോ എന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും ജീവിതകാലം മൊത്തം മാതാവിൻ്റെ അടുത്ത് വരും എന്ന് ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാണ്. ഇവിടെ സാക്ഷ്യം പറയുന്ന ചിലരുടെ അനുഭവങ്ങൾ ഈ സഹോദരി പറഞ്ഞ കണക്കാണ്. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുന്നതിന് പകരം കൂടുതൽ ചിലരത് വളരെ വ്യക്തമായിട്ട് ചെറുപ്പക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ അത് പറയും ഭയങ്കര പണിയായിട്ടാണ് ഉടമ്പടി വന്നതെന്ന് പറയും. അപ്പോൾ ജീവിതത്തിൽ പക്ഷെ അതിന് ഉള്ള ക്ലാരിറ്റി അവർക്ക് കിട്ടണുണ്ട്. അത് ചിലർ അവിടെ വെച്ച് തന്നെ
പരിപാടിയൊക്കെ നിർത്തും. പക്ഷേ പിന്നീടുള്ള ക്ലാരിറ്റി കിട്ടുന്നത് അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്നാണെന്നുള്ള. അപ്പോൾ ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് വേണം വായിക്കാനായിട്ട്. ഈ പല ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് ഇവിടെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് അറിയാം. ഈ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ആഴ്ചയിൽ നടക്കുന്ന ഉടമ്പടി ആരാധനയുടെ സമയത്താണ്. അതിലാണ് അച്ഛൻ പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് പറയുന്നത്. ഉടമ്പടി എടുത്തവരോടാണ് അച്ഛൻ സംസാരിക്കുന്നത്, പല സൗഖ്യങ്ങളുടെ കാര്യവും പലരുടെ. അപ്പോൾ അതിൽ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മളെ ഞാനെന്ന ഭാവവും അഹങ്കാരവുമാണ്. നമ്മൾ ലൂക്കയുടെ സുവിശേഷത്തിൽ അവിടുന്ന് തൻ്റെ താഴ്മയെ തൃക്കൺ പാർത്തു എന്നുള്ളതാണ്. അമ്മയോടടുക്കുമ്പം ഈ മകൾ വളരെ നല്ലതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാകാൻ ഒരാൾ റെഡിയാവുന്നത് അവനിൽ ആദ്യം വരുന്നത് എളിമ എന്ന പുണ്യമാണ്. അത് എഴുതി കൊടുത്ത നിയോഗം കറക്റ്റായിട്ട് അമ്മ ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പിറ്റേ ദിവസം തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് തട്ടി വേറൊരു സ്ഥലത്തേക്ക് താഴത്തേക്ക് മാറി. അവിടെയും സാഹചര്യത്തിലൊക്കെ അപ്പം ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഇവിടെയുള്ള ആരാധന സഹായിച്ചു എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളെല്ലാം കർത്താവ് ആ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കൃപയാണ്. അതിനുശേഷം പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഇതൊക്കെ ഞാൻ ക്രമപ്പെടുത്തി വന്നപ്പോഴേക്കും വെച്ച നിയോഗങ്ങൾ ഓരോന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നാണ് സാക്ഷ്യം വ്യക്തമാക്കുന്നത്. അതിൽ ഏറെ പ്രത്യേകിച്ച് ഒരു അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കാൻ സാധിച്ചു എന്ന്. അതിപ്പോൾ ഒരാളല്ല ഇവിടെ സാക്ഷ്യം പറയുന്നത്, എത്രയോ പേരാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാം, എത്രയോ പേര് ഈ സുഗന്ധത്തിൻ്റെ കാര്യം പറയാറുണ്ട്. അവരെല്ലാവരും ആദ്യത്തെ സംശയം ഈ മണം എവിടെ നിന്നാണെന്നുള്ളതാണ്. അവർ പലരും റൂം ഫ്രഷ്നറാണോ എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ നോക്കി നടന്നതും അവസാനം അതല്ലെന്ന് വ്യക്തമാക്കുന്നതും ഒക്കെ. അപ്പോൾ അമ്മ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു അനുഭവം ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് പലർക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങൾക്ക് ഈ ചിലർ ഈ കോയിൻസിഡൻസ് തിയറി ഉണ്ടല്ലോ. അതായത് ഇവിടെ വന്നത് ഒരു വന്നു പിറ്റേ ദിവസം എല്ലാം റെഡിയായി എന്നുള്ളതല്ല. ഇതിലൊക്കെ അമ്മ വ്യക്തമായിട്ടൊരു മുദ്ര പതിപ്പിച്ചിട്ടാണ് മിക്ക സാക്ഷ്യങ്ങളിലും പോകുന്നത്. ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണോ, അങ്ങോട്ട് പോകേണ്ട, ഇവിടെ ഒരു ജോലി മതി, അപ്പോൾ അത് എനിക്ക് അർഹതയില്ല അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു ജോലിയാണെന്നാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് പറയണത്. അപ്പോൾ അമ്മ സാധ്യതകൾ നോക്കിയല്ല, ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ നിൻ്റെ സാധ്യതകൾക്ക് അപ്പുറം കൃപയിൽ ആശ്രയിച്ച് തുടങ്ങിയപ്പം അമ്മ വലിയ അനുഭവങ്ങൾ നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറെ പ്രത്യേകിച്ച് പിന്നെയും പറയുന്നുണ്ട് വ്യക്തിപരമായിട്ടും ഒരുപാട് സഹായിച്ചു എന്നും പറയുന്നു. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം ജീവിക്കുന്ന ദൈവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം ഇനിയും ശക്തമായിട്ട് അനുഭവിക്കാനായിട്ട് അനുഭവങ്ങൾ കൊണ്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും.